നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനായി സഹായം ഉടനെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയെന്ന് ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്. നിർമ്മല സീതാരാമന്റെ ഉറപ്പ് KV തോമസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം. 24 ബിഗ് ബ്രേക്കിംഗ്. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ രാജ്യസന്നദ്ധത അറിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തിരിച്ചടി കേന്ദ്ര നേതൃത്വം അന്വേഷിക്കണമെന്നും ആവശ്യം. 24 വാർത്തയിൽ പ്രതികരിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. പാലക്കാട്ടെ തോൽവിയുടെ പേരിൽ ആരും സ്ഥാനമൊഴിയേണ്ട. 24 വാർത്ത തള്ളാതെ K സുരേന്ദ്രൻ. പദവിയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമെന്ന് വിശദീകരണം. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJPയിൽ നേതാക്കളുടെ നേർക്കുനേർ പോര്. തോൽവിക്ക് കാരണം C കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് തുറന്നടിച്ച് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ. വോട്ട് ചോർച്ചയിൽ നഗരസഭാ ഭരണത്തെ പഴിചാരിയ ജില്ലാ നേതൃത്വത്തിനും വിമർശനം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ആരോപണം തള്ളി K സുരേന്ദ്രൻ. പാലക്കാടിന്റെ ചുമതലയുള്ള പ്രഭാരി P രഘുനാഥ് കഴിവില്ലാത്തയാളെന്ന് N ശിവരാജൻ. പ്രതികരിക്കാനില്ലെന്ന് P രഘുനാഥ്. BJP സംസ്ഥാന നേതൃയോഗം നാളെ. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് അയവില്ല. 2.5 വർഷത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് ഏക്നാഥ് ഷിൻഡെ. അജിത് പവാറിന്റെയും RSSന്റെയും പിന്തുണ. ദേവേന്ദ്ര ഫട്നാവിസിന് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ നേതാക്കൾ. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൈകിയേക്കും. അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ പിരിഞ്ഞു. വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ 16 ബില്ലുകൾ സഭയിലേക്ക്. പ്രിയങ്ക ഗാന്ധി MP ആയി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനം തിരസ്കരിച്ചവർ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. അധികാരമോഹികൾക്ക് ജനം തിരിച്ചടി നൽകി. ജനാധിപത്യത്തിൽ ജനവിധി മാനിക്കണമെന്നും പ്രധാനമന്ത്രി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്ത് MP മാർ. ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് K രാധാകൃഷ്ണൻ MP. ബിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതായിരിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ. BJPയെ സഹായിക്കാനുള്ള ശ്രമമാണ് CPIM നടത്തുന്നതെന്നും ആശങ്കകൾ പരിഹരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നും KC വേണുഗോപാൽ 24നോട്. മണിപ്പൂരിലെ ജിരിബാമിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിൽ വെടിയേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. 3 വയസ്സുകാരൻ്റേത് ക്രൂര കൊലപാതകം. പോപ്പി കർഷകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ്. മണിപ്പൂർ വിഷയത്തെ പ്രധാനമന്ത്രി ഗൗരവത്തോടെ കാണണമെന്ന് മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷനും MLAയുമായ മേഘചന്ദ്ര. മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി ചർച്ച നടത്താൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. രാജിവെക്കാൻ തയ്യാറല്ലെന്ന ബിരേൻ സിംഗിന്റെ നിലപാട് ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന. P ചിദംബരത്തിന്റെ വിവാദ പോസ്റ്റ് അടഞ്ഞ അധ്യായമെന്നും മേഘചന്ദ്ര 24നോട്. ഉത്തർപ്രദേശിലെ സാംഭാലിൽ പള്ളിയിലെ സർവേക്കെതിരെ ഇടയുണ്ടായ സംഘർഷത്തിൽ മരണം 5ആയി. 2 സ്ത്രീകളടക്കം 21 പേർ അറസ്റ്റിൽ. വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും വെടിയുണ്ടകളും കണ്ടെടുത്തു. സംഘർഷത്തിൽ BJP സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. പെർത്ത് ടെസ്റ്റിൽ ടീം ഇന്ത്യയ്ക്ക് വമ്പൻ ജയം. 295 റൺസിനാണ് ഓസ്ട്രേലിയയെ തകർത്തത്. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഇന്ത്യ മുന്നിൽ. തകർപ്പൻ ബൌളിംഗ് പ്രകടനവുമായി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ കളിയിലെ താരം. പത്തനംതിട്ട തിരുവല്ല മുത്തൂരിൽ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കരാറുകാരൻ അറസ്റ്റിൽ. കവിയൂർ സ്വദേശി PK രാജനാണ് അറസ്റ്റിലായത്. മുന്നറിയിപ്പില്ലാതെ കയർ കിട്ടിയത് അപകട കാരണമെന്ന് FIR. പാലക്കാട്ടെ P സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് തള്ളി മുതിർന്ന നേതാവ് KE ഇസ്മായിൽ. ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ് P സരിനെന്ന് പ്രശംസ. CPIM-നോട് ചേർന്ന് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ BJP പ്രവർത്തിച്ചെന്ന് ഷാഫി പറമ്പിൽ 24നോട്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മെറ്റയിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ വോട്ട് ചോർച്ച. മന്ത്രി OR കേളുവിന്റെ തിരുനെല്ലി പഞ്ചായത്തിലും UDF ലീഡ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിൽ NDAക്ക് നേട്ടം. പാലക്കാട് LDF ചെയ്തതെല്ലാം തിരിച്ചടിച്ചുവെന്ന് VD സതീശൻ. പിണറായി വിജയൻ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. EP ജയരാജനുമായി കരാറില്ലെന്ന് DC ബുക്സ് ഉടമ രവി DC-യുടെ മൊഴി. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ പരാതിയിൽ പോലീസ് രവി DC-യുടെ മൊഴിയെടുത്തു.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 10 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. ഇന്നലെ ദർശനം നടത്തിയത് 65,000-ൽ താഴെ ഭക്തർ. ആദ്യ ടൈം പൂർത്തിയാക്കിയ പോലീസ് സംഘം ഇന്ന് മടങ്ങും. ആദ്യ ആഴ്ചകളിലെ തിരക്കിൽ ദേവസ്വം ബോർഡിന്റെ വരുമാനവും വർദ്ധിച്ചു. ശബരിമല പാതയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഡ്യൂട്ടി മജിസ്ട്രേറ്റിനും ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്കും നിർദ്ദേശം നൽകി. വ്യാപാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനും ഹൈക്കോടതി നിർദ്ദേശം. കളമശ്ശേരി ജെയ്സി എബ്രഹാം കൊലക്കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് പ്രതി ഗിരീഷ് കുമാറും സഹായി ഖദീജയും. കൊലപാതകം നടത്തിയത് ജെയ്സി എബ്രഹാമിന്റെ സ്വർണവും പണവും കവരുന്നതിന് വേണ്ടിയെന്ന് പ്രതി ഗിരീഷ് ബാബുവിന്റെ മൊഴി. ജെയ്സിയെ കൊലപ്പെടുത്തിയത് ഡമ്പൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ച്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള ലൈംഗികാരോപണ പരാതികളിൽ ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ചു. കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരായ കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെ കേസിലും വിച്ചുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പള്ളിത്തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ഹൈക്കോടതിയിലെ കോടതിയലക്ഷ്യ കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സുപ്രീം കോടതി ഒഴിവാക്കി. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കോൺഗ്രസിന് തിരിച്ചടി. നയപരമായ തീരുമാനമെടുക്കുന്നത് വിലക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജിയിൽ ഇടക്കാല ഉത്തരവുമില്ല. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ 3 പ്രതികളെയും മറ്റന്നാൾ വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡി വേണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. സംസ്ഥാനത്ത് ലോട്ടറി വിതരണം നിലച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓഫീസുകളിലെ ഓൺലൈൻ സംവിധാനം തകരാറിലായതാണ് കാരണം. കച്ചവടക്കാർക്കും ഏജന്റുമാർക്കും ഓഫീസുകളിൽ നിന്ന് ലോട്ടറി ലഭിക്കുന്നില്ല. കൂട്ടരോഗബാധ സ്ഥിരീകരിച്ച കാക്കനാട് DLF ഫ്ളാറ്റിലെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 ടവറുകളിലെ താമസക്കാർക്ക് അതിസാരം ബാധിച്ചതായാണ് പ്രാഥമിക വിവരം. കൂടുതൽ ഫ്ളാറ്റുകളിൽ വിവരശേഖരണം. കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 300 പവൻ സ്വർണവും 1 കോടി രൂപയും നഷ്ടമായെന്ന് പരാതി. മോഷണം നടന്നത് വളപട്ടണം സ്വദേശി KP അഷ്റഫിന്റെ വീട്ടിൽ. മോഷണം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ രാത്രി. വീട്ടിൽ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കണമെന്ന് പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജികളിൽ കൂടുതൽ ചർച്ചയുടെയോ വാദങ്ങളുടെയോ ആവശ്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിക്ക് 3000-ലധികം വോട്ട് പിടിക്കാനായത് വലിയ നേട്ടമാണെന്ന് PV അൻവർ MLA. പാലക്കാട്ട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ 10,000 വോട്ട് പിടിച്ചേനെ. സഹകരണ സംഘങ്ങളെ CPIM കൊള്ളസംഘമാക്കി മാറ്റിയെന്നും PV അൻവർ. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിലും അടുത്ത 2 ദിവസം മഴ കനക്കും. കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസിന്റെ പരിശോധന. ബംഗളൂരു മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കോളേജ് ഡയറക്ടറായ ബെനറ്റ് എബ്രഹാം കർണാടക സ്വദേശികളിൽ നിന്ന് 7.5 കോടി രൂപ വാങ്ങി തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം മാറനല്ലൂരിൽ അങ്കണവാടിയിൽ വീണ് 3 വയസ്സുകാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. അങ്കണവാടി അധ്യാപികയും ഹെൽപ്പറെയുമാണ് സസ്പെൻഡ് ചെയ്തത്. കുട്ടി ഗുരുതരാവസ്ഥയിൽ SAT ആശുപത്രിയിൽ ചികിത്സയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് ഉദ്യോഗസ്ഥരെ ഗുണ്ടാസംഘം ആക്രമിച്ച സംഭവത്തിൽ 4 പേർ കൂടി പിടിയിൽ. ഇതോടെ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം 12ആയി. ബർത്ത്ഡേ പാർട്ടിക്ക് ഒത്തുചേർന്ന ഗുണ്ടകളെ കസ്റ്റഡിയിലെടുക്കാനെത്തിയപ്പോഴായിരുന്നു ഗുണ്ടാ നേതാവ് സ്റ്റംബർ അനീഷും സംഘവും പോലീസിനെ ആക്രമിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കടന്നലാക്രമണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. 9ഓളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ പോലീസ് ജീപ്പിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. ആമ്പക്കാട് പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെയായിരുന്നു യുവാവ് നൃത്തം ചെയ്തത്. തടഞ്ഞ പോലീസുകാരെ പ്രതി ആക്രമിക്കുകയും ചെയ്തു. കോഴിക്കോട് കണയങ്കോട് വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആലുവയിൽ കഞ്ചാവ് വേട്ട. 35 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 3 പേർ പിടിയിൽ. മലപ്പുറം പൊന്നാനിയിൽ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ അപകടം. വേങ്ങര സ്വദേശികളായ യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടുക്കി മറയൂരിൽ വനംവകുപ്പ് താൽക്കാലിക വാച്ചറെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മർദ്ദിച്ചെന്ന് പരാതി. ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ആരോപണം. അതേസമയം പരാതി അടിസ്ഥാനരഹിതമെന്നാണ് മറയൂർ DFOയുടെ വിശദീകരണം.
തൃശൂർ അതിരപ്പിള്ളി കണ്ണൻകുഴി ഇരുമുള്ളംകടവ് റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിക്കും. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കോഴിക്കോട് പേരാമ്പ്രയിൽ വിദ്യാർത്ഥി ഉപദ്രവിച്ച മദ്രസ അധ്യാപകനെതിരെ കേസ്. കല്ലോട് സ്വദേശി മുഹസിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. പരിക്കേറ്റ കുട്ടി ചികിത്സ തേടി. കൊച്ചിയിലെ ഹോട്ടലിൽ വടിവാൾ വീശി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടതിനാണ് ഭീഷണി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചാടിപ്പോയ മോഷണ കേസ് പ്രതി പിടിയിൽ. വയനാട് സ്വദേശി ഖാദറാണ് പയ്യോളിയിൽ നിന്ന് പിടിയിലായത്. എറണാകുളം പെരുമ്പാവൂരിൽ ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് കടത്താനുള്ള ശ്രമത്തിനിടെ 2 പേർ പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശികളാണ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത്. 6 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പത്തനംതിട്ട കോന്നിയിൽ വീട്ടിലെ ഊണുമേശയ്ക്കടിയിൽ രാജവെമ്പാല. ആനകുത്തി അയ്യാന്തിയിൽ തോമസ് എബ്രാഹിമിന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. രാജവെമ്പാലയെ വനംവകുപ്പിന്റെ കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് പിടികൂടി. എറണാകുളം കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. ഇതുമൂലം ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. ഒരു ദിവസം 60 പേർക്ക് ടെസ്റ്റ് നടത്താനുള്ള പരിഷ്കാരത്തിനെതിരായാണ് പ്രതിഷേധം. സ്വർണ്ണക്കടയുടെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചെന്നാരോപിച്ച് പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തന് എതിരെ പരാതി. റോഡ് കയ്യേറിയെന്നാരോപിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് നഗരസഭ തടഞ്ഞിരുന്നു. എന്നാൽ കോടതി ഉത്തരവുള്ള കാര്യം നഗരസഭയെ അറിയിച്ചിട്ടില്ലെന്നാണ് ചെയർമാന്റെ വിശദീകരണം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ കാറിന് മുകളിലേക്ക് കോൺക്രീറ്റ് പാളി വീണ അപകടം. തലനാരിഴയ്ക്കാണ് യുവാവ് രക്ഷപ്പെട്ടത്. ചാരുമൂട് സ്വദേശി നിതിൻകുമാർ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് കോൺക്രീറ്റ് പാളി വീണത്. പത്തനംതിട്ട മണിയാറിൽ കാട്ടാനി ഇറങ്ങി. റോഡരികിൽ നിർത്തിയിട്ട കാർ തകർത്തു. ഇന്ന് പുലർച്ചെ ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു സംഭവം. പറവൂർ പേരുവാരം ചേന്ദമംഗലം റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിക്കും. ചേന്ദമംഗലം കവലയിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. വർക്കല ശിവഗിരി മഠം വത്തിക്കാനിൽ നടത്തുന്ന സർവമത സമ്മേളനത്തിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയും ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദയും ചേർന്ന് ലോഗോ ഏറ്റുവാങ്ങി. ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വത്തിക്കാനിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊല്ലം SN കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷ ഡോക്ടർ ചിന്ത ജെറോം നിർവഹിച്ചു. ബാലതാരം നന്ദുക്കുട്ടി മുഖ്യ അതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ SV മനോജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കോളേജ് യൂണിയൻ ചെയർമാൻ AJ ആദിത്യൻ അധ്യക്ഷനായി. കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർമാരായ PJ അർച്ചന, ശ്രീ ശരത് S എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഇതുവരെ 13 പേർ പിടിയിലായി. 2 വർഷത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കവർച്ചയെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്. സംഭവത്തിൽ 9 പേർ നേരിട്ട് പങ്കെടുത്തു. കേരള കൗമുദി ചീഫ് ഫോട്ടോഗ്രാഫർ NR സുധർമ്മദാസ് രചന നിർവഹിച്ച അയ്യപ്പ ഭക്തിഗാനം മലയിലുണ്ടയ്യൻ പ്രകാശനം ചെയ്തു. ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ തന്ത്രി കണ്ഠരര് രാജീവര്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, കീഴ്ശാന്തി S കൃഷ്ണൻപൊറ്റി എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഒഡീഷയിൽ വെച്ച് നടന്ന 6ാമത് മിഷൻ ഡ്രീംസ് മിസ്റ്റർ ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ കേരളത്തിന്റെ ഷാനിക് A വിജയിച്ചു. മലപ്പുറം തിരൂർ പകര സ്വദേശിയായ ഷാനിക് ഇന്ത്യയിൽ ഏറ്റവും അധികം സൗന്ദര്യ മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യക്കാരനെന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2022 സ്വന്തമാക്കിയിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 പതിറ്റാണ്ട്. 5 പേർ രക്തസാക്ഷികളായ ഡിവൈഎഫ്ഐയുടെ സമാനതകളില്ലാത്ത സമരചരിത്രത്തിന് കൂടിയാണ് 30 വർഷം തികയുന്നത്. ജീവിച്ചിരുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ വിടവാങ്ങിയതോടെ 6 രക്തസാക്ഷികളുടെ സ്മരണയിലാണ് ഇത്തവണത്തെ ഓർമ്മദിനം. നോക്കാം ദേശീയ വാർത്തകൾ. ആൻഡമാൻ തീരത്ത് വൻ ലഹരിവേട്ട. 5 ടണ്ണിലധികം ലഹരി വസ്തുക്കൾ കോസ്റ്റ് ഗാർഡ് പിടികൂടി. ലൈംഗികാതിക്രമ പരാതികൾ നൽകാൻ സ്ത്രീകൾക്കായി പ്രത്യേക പോർട്ടൽ ഒരുക്കണമെന്ന് തമിഴക വെற்றிക്കഴകം അധ്യക്ഷനായ വിജയ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. സർക്കാർ ഇടപെടൽ ക്രിയാത്മകമാക്കണമെന്നും വിജയ്. കർണാടകയിലെ കൊല്ലൂരിൽ കാന്താര 2 സിനിമാ സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടു. 6 ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഗുജറാത്ത് സർവകലാശാല ചാൻസലർ നീർജ ഗുപ്തയും അമരേന്ദ്രകുമാർ ആര്യയും ചേർന്നെഴുതിയ ലോകാവലോകൻ ലോക് തോട്ട് പീപ്പിൾ ബിഹേവിയർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, തെലങ്കാന ഗവർണർ
ജിഷ്ണുദേവ് വർമ്മ, കേന്ദ്ര കൽക്കരി മന്ത്രി ജെ കിഷൻ റെഡ്ഡി, തെലങ്കാന മന്ത്രി സീതക്ക, പ്രജ്ഞാ പ്രവാഹ് അഖിലേന്ത്യാ കോർഡിനേറ്റർ ജെ നന്ദകുമാർ, പ്രജ്ഞാഭാരതി പ്രസിഡന്റ് പത്മശ്രീ ടി ഹനുമാൻ എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിലെ ബുക്ക് വെയിൽ പബ്ലിക്കേഷനാണ് പ്രസാധകർ. ലോക്മൻഥൻ 2024 ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രകാശനം. മഹാരാഷ്ട്രയിലെ ഝാൻസി ആശുപത്രിയിലെ തീപിടുത്തത്തിൽ രക്ഷപ്പെട്ട 2 നവജാത ശിശുക്കൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 17ആയി. നവംബർ 14-നുണ്ടായ അഗ്നിബാധയിൽ 39 നവജാത ശിശുക്കളെയാണ് മെഡിക്കൽ കോളേജിലെ നിയോനാറ്റൽ വിഭാഗത്തിൽ നിന്ന് രക്ഷിച്ചത്. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചികയിൽ നേരിയ പുരോഗതി. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 334-ൽ നിന്ന് 278ആയി ഉയർന്നു. അടുത്ത 2 ദിവസങ്ങളിൽ രാത്രിയിലും പുലർച്ചെയും പുകമഞ്ഞും മൂടൽമഞ്ഞും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിൽ ഗൂഗിൾ മാപ്പ് നോക്കി കാർ ഓടിച്ച് നദിയിൽ വീണ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. രാംഗംഗ നദിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൽ നിന്ന് താഴേക്ക് വീണാണ് കാർ അപകടത്തിൽപ്പെട്ടത്. UGC നെറ്റ് ഡിസംബർ സൈക്കിൾ പരീക്ഷയ്ക്ക് അപേക്ഷകൾ ക്ഷണിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഡിസംബർ 10 വരെയാണ് അപേക്ഷിക്കാനാവുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോള രാജിവെച്ചു. അതേസമയം VVPAT എണ്ണണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. മുംബൈയിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ 70-കാരന് 2.6 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പരാതി. ഒരാഴ്ച ഡിജിറ്റൽ റിമാൻഡിലാണെന്നും പുറത്തിറങ്ങരുതെന്നും ഇരയെ വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പുകാരൻ തുക കൈക്കലാക്കിയത്. ഇനി രാജ്യാന്തര വാർത്തകൾ. ട്രാൻസ്ജെൻഡേഴ്സിനെ US സൈന്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ട്. സുപ്രധാന ഉത്തരവിൽ ഉടൻ ഒപ്പുവെക്കാൻ സാധ്യത. ട്രംപ് ജനുവരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുക. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് 10,000-കണക്കിന് ഇമ്രാൻഖാൻ അനുകൂലികളുടെ പ്രതിഷേധം. സംഘർഷം ശക്തമായിരിക്കെ ഇസ്ലാമാബാദിലേക്കുള്ള പ്രവേശനം അടച്ച് പാക് ഭരണകൂടം. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യം. ഇസ്രയേലും ലെബനനിലെ ഹിസ്ബുള്ളയും വെടിനിർത്തലിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി. മധ്യസ്ഥ ചർച്ചകൾക്കിടയിലും ലെബനനിലും ഗസയിലും ഇസ്രയേൽ ആക്രമണം. വടക്കൻ ഗസയിൽ 3ാമത്തെ നഗരത്തിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 25-ലധികം പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഹിസ്ബുള്ള തിരിച്ചടിച്ചു. ബംഗ്ലാദേശിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെ വിവിധ കമ്പനികളുമായി ഒപ്പുവെച്ച വൈദ്യുതി കരാറുകൾ പുനഃപരിശോധിക്കും. നടപടി ശുപാർശ നൽകി ഇടക്കാല സർക്കാർ നിയമിച്ച സമിതി. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി ബിസിനസ് വാർത്തകൾ. കുതിപ്പിന് ശേഷം കിതച്ച് സ്വർണം. തുടർച്ചയായ വർധനയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് 800 രൂപയും ഗ്രാമിന് 100 രൂപയും കുറഞ്ഞു. പവന് 57,800 രൂപയും ഗ്രാമിന് 7,200 രൂപയുമാണ് ഇന്നത്തെ വില. കമ്പനി സുസ്ഥിര വളർച്ചാ പാതയിലെന്ന് നിക്ഷേപകരോട് അദാനി ഗ്രൂപ്പ്. നീക്കം അമേരിക്കയിൽ കൈക്കൂലി വഞ്ചനാ കേസിൽപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ 6 മാസം ഗ്രൂപ്പിന്റെ നിക്ഷേപം 75,227 കോടിയായിരുന്നെന്നും കടം 16,882 കോടി മാത്രമെന്നും കണക്കുകൾ. ഇന്ത്യൻ ഓഹരി സൂചികകൾക്ക് മുന്നേറ്റം. മഹാരാഷ്ട്രയിൽ മഹായുതി മുന്നണി ജയിച്ചതിന് പിന്നാലെയാണ് നേട്ടം. നിഫ്റ്റി 440 പോയിന്റോളം കുതിച്ച് 24,351 വരെയും സെൻസെക്സ് 1,350 പോയിന്റ് മുന്നേറി 80,437 പോയിന്റ് വരെയും എത്തി. കൊച്ചി വിമാനത്താവളത്തിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനായി സിയാൽ പ്രൊജനിറ്റി ടെക്നോളജീസിന് കരാർ നൽകി. അത്യാധുനിക ആശയവിനിമയ ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് കരാർ. ക്വിക്ക് കൊമേഴ്സ് സേവനവുമായി ആമസോണും തേസ് എന്ന് പേരിട്ടിരിക്കുന്ന സർവീസ് ഡിസംബർ അവസാനമോ അടുത്ത വർഷം ആദ്യമോ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. കായിക വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് നിരവധി റെക്കോർഡുകൾ. ടെസ്റ്റ് സെഞ്ചുറികളുടെ എണ്ണത്തിൽ ഡൊണാൾഡ് ബ്രാഡ്മാനെ മറികടന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 30 സെഞ്ചുറി നേടുന്ന 4ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടവും കോഹ്ലിക്ക് സ്വന്തം. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടീമിനൊപ്പം ചേർന്നു. കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്
ആദ്യ ടെസ്റ്റിൽ നിന്ന് രോഹിത് വിട്ടുനിന്നത്. 2024 സീസൺ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ മഹാരാഷ്ട്രയോട് പരാജയപ്പെട്ട് കേരളം. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ കേരളത്തെ ഋതുരാജ് ഗെയ്ക്വാദ് നയിച്ച മഹാരാഷ്ട്ര തകർത്തത് 4 വിക്കറ്റിന്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് സിംഗപ്പൂരിൽ തുടക്കം. ഇന്ത്യൻ താരം ഡി ഗുകേഷും ചൈനീസ് താരം ഡിങ് ലിറനും കിരീടത്തിനായി ഏറ്റുമുട്ടും. ISL നിന്ന് ഹൈദരാബാദ് FC ഒഡീഷ FC പോരാട്ടം രാത്രി 7:30 ഹൈദരാബാദിന്റെ മൈതാനത്താണ് മത്സരം. 2024 നാഷണൽ സ്കൂൾ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം കോട്ടയം പാലായ്ക്ക്. സീനിയർ ആൺകുട്ടികളുടെ 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ പാലാ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കെവിൻ ജിനുവാണ് സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. കുട്ടികളുടെ സിനിമ ഈ ബന്ധം സൂപ്പറ പ്രദർശനം ആരംഭിച്ച് 2 വാരം പിന്നിടുന്നതിന്റെ ആഘോഷം കോഴിക്കോട് ആശീർവാദ് സിനിപ്ലക്സിൽ നടന്നു. സംവിധായകൻ N രാമചന്ദ്രൻ നായർ, ദീപക് ധർമ്മടം, ഭാരതാരങ്ങൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ലിറ്റിൽ ഡാഫോഡിൽ സ്കൂൾ നിർമ്മിച്ച സിനിമയിൽ മേജർ രവി, പള്ളി വികാരിയുടെ വേഷത്തിൽ 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളായ അബിൻ ജോസഫ്, ദേവിക രാജ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഓൺലൈനായും തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരത്ത് ഡിസംബർ 13 മുതൽ 20 വരെയാണ് ചലച്ചിത്രമേള നടക്കുക. ഷെയ്ൻ നിഗം നായകനായെത്തുന്ന വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങി. സാക്ഷി വൈദ്യയാണ് നായിക. വിഷ്ണു മഞ്ജു നായകനായ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയുടെ റിലീസ് തീയതി പുറത്ത്. 2025 ഏപ്രിൽ 25-നാണ് ആഗോള റിലീസായി ചിത്രമെത്തുക. നടി തമന്ന ഭാട്ടിയും ബോളിവുഡ് നടൻ വിജയ് വർമ്മയും ഉടൻ വിവാഹിതരായേക്കുമെന്ന് റിപ്പോർട്ട്. 2025 തുടക്കത്തിലാകും വിവാഹം. തീയതി ഉടൻ പുറത്തുവിട്ടേക്കും. മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം. ഇനി ഫാക്ട് ചെക്ക്. ഗൗതം അദാനി കൈക്കൂലി കേസിൽ അമേരിക്കയിൽ അറസ്റ്റിലായെന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന ചിത്രം AI നിർമ്മിതമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. കാലിഫോർണിയയിലെ ഡയറി ഫാമിൽ നിന്നുള്ള അസംസ്കൃത പാലിൽ പക്ഷിപ്പനി വൈറസ് കണ്ടെത്തി. അസംസ്കൃത പാല് കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് കാലിഫോർണിയ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. ഖനിരഹിത ലോകം എന്ന ഉച്ചകോടിക്ക് കംബോഡിയയിൽ തുടക്കം. 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ബ്രസീലിലെ സാവോ പോളയിൽ ബസ് അപകടത്തിൽപ്പെട്ട് 17 മരണം, 20-ലധികം പേർക്ക് പരിക്കേറ്റു. അമേരിക്കയിൽ ശൈത്യകാല മുന്നറിയിപ്പ്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉയരമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും മണിക്കൂറിൽ 55 മൈൽ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി യമാൻഡോ ഓർസിക് വിജയം നേടി. സുപ്രധാന തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരത്തിനൊടുവിലാണ് ഓർസി യാഥാസ്ഥിക ഭരണസംഘത്തെ സഖ്യത്തെ പുറത്താക്കിയത്. ഇനി ഇപ്പോൾ കിട്ടിയ വാർത്ത. UK ആഞ്ഞടിച്ച് ബേർട്ട് കൊടുങ്കാറ്റ്. 3 മരണം, 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. തെക്കൻ ക്രൊയേഷ്യയിൽ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച അപകടം, 1 മരണവും 4 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനിൽ 3 പുതിയ പോളിയോ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 2024 പോളിയോ കേസുകളുടെ എണ്ണം 55 ഉയർന്നു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി വാർത്താ സന്ധ്യയുടെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം അനുജ രാജേഷ് എത്തും. നമസ്കാരം.